എനിക്കത് ഓർമ്മയില്ലെന്നാണ് നീ വിചാരിക്കുന്നത്. നിന്നേക്കാൾ കൂടുതൽ അക്കാര്യത്തിൽ ആദ്യം വിളിക്കുന്നത് ഞാനാണ്. ആ മാതൃമുതലാളിയുമായി നമ്മുടെ അതിർത്തി തർക്കം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്രമാണം വെച്ചെങ്കിൽ അല്പം പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടൊക്കെ അങ്ങോട്ടോ ഒരു കാര്യമില്ല. ഒരു വഴി കാണിച്ചു തരാൻ നിൽക്കില്ല. എന്നോട് വേദനിക്കുന്നത് രാജാ അമ്മച്ചി വാ കഞ്ഞി കുടിക്കാം. വരുന്ന മക്കളെ ഞാൻ നാളെ നമ്മുടെ പള്ളിയിൽ വികാരി ചെന്ന് കാണുന്നു. അരമനയിൽ നിന്ന് വല്ല സഹായം കിട്ടുമോ എന്ന് നമുക്ക് അന്വേഷിക്കാം. അച്ഛൻ എന്ത് പറയുന്നത് അറിയട്ടെ. നമുക്ക് കണ്ടുപിടിക്കാം. മാത്തച്ഛൻ എന്താ മാത്തച്ഛ പറയുന്നത്? അപ്പോൾ മാത്തച്ഛൻ പറയണതനുസരിച്ചിട്ടാണെങ്കിൽ ഈ വർഷത്തെ തിരുനാളിന് ഒരു 10-35 ലക്ഷം രൂപയ്ക്ക് മേളിൽ വരും അല്ലേ? അച്ഛാ, ഇന്നത്തെ എന്റെ നിലയും വിലയും വെച്ച് 10-35 ലക്ഷം എന്റെ മക്കൾ ജോണിക്കുട്ടി ജോസുകുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊക്കെ എത്രയാണെന്ന് ചെറുപ്പക്കാരാണ് എത്രത്തോളം ഗംഭീരാക്കാൻ പറ്റുമോ? അത് പിന്നെ എനിക്കറിയില്ലേ? മാത്തച്ഛന്റെ എന്റെ മക്കൾ അവരെന്തിനെങ്കിലും കുറവ് വരുത്തുമോ? മാത്തച്ഛ, നമുക്ക് ഈ വർഷത്തെ പെരുന്നാളിന് ഒന്ന് മാറി ചിന്തിച്ചാൽ എന്താന്ന് ഞാൻ ആലോചിക്കുകയാണ്. അല്ല, ഞാനൊന്ന് പറഞ്ഞതേ ഉണ്ട്. മാത്തച്ഛൻ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. അച്ഛന്റെ മനസ്സിന്റെ അച്ഛൻ ഉദ്ദേശിക്കുന്നത് തുറന്നു പറയാച്ചോ? തുറന്നു പറഞ്ഞാലേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. മാത്തച്ഛ, നമ്മൾ ഇത്ര ആർഭാടത്തോടെ കുറെ പൈസ മുടക്കി പെരുന്നാൾ നടത്തിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മുടെ ആർഭാടം കുറച്ചൊന്ന് കുറച്ചാൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാമല്ലോ. നമ്മുടെ ഇടവകയിൽ തന്നെ നിർദ്ധരായ എന്തോരം കുട്ടികളാണ് വിവാഹം കഴിക്കാതെ നിൽക്കുന്നത്. വിവാഹപ്രായം കഴിഞ്ഞവരുമുണ്ട്. മാത്തച്ഛൻ ഈ അധിക ചെലവൊന്ന് മാറ്റിവെച്ചാൽ ഒരു 5 കുട്ടികളെങ്കിലും വിവാഹ ചിലവ് നടത്തി കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ മാത്തച്ഛ? അച്ഛൻ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന വികാരീശനും അന്നത്തെ നല്ല സന്മനത്തുള്ള ഇടവക്കാരുമായിരുന്നു. അവരാണ് എന്റെ അപ്പാപ്പനും നിർദ്ധനരായിരുന്നു. എന്റെ അപ്പാപ്പനും അമ്മാമ്മയും അവരുടെ കല്യാണം നടത്തി കൊടുത്തത് അന്നത്തെ വര. അത് എന്റെ അപ്പാപ്പ ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ അവരൊന്ന് ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കിയതാ. ഇന്ന് ഞങ്ങളെല്ലാം അനുഭവിക്കുന്നത് തൊട്ടേ അച്ഛൻ അറിയാത്ത ഞങ്ങളെ ബുദ്ധിന്റെ കാര്യം. പിന്നെ എന്റെ അപ്പനും ഞാനും എന്റെ മക്കൾ ജോലിക്കുട്ടി ജോസഫി കൂടെ ഉണ്ടാക്കിയതാ ഈ മുഴുവൻ. പിന്നെ ഒരു കാര്യം, നമ്മളെ അച്ഛൻ പെൺകുട്ടികളെ തെരഞ്ഞെടുക്കുമ്പോ എന്റെ അയൽപ്പക്കത്തെ ഔസേക്കുട്ടീന്ന് അച്ഛൻ അറിയാനില്ല. വരിപ്രസക്തി പുള്ളി ഉണ്ടാക്കിയ കൊല്ലാപ്പേ ചില്ലറയുമല്ല. അതൊക്കെ പോട്ടെ. ആ ഔസേക്കുട്ടിയുടെ 2 പെൺമക്കളുണ്ട്. മൂത്തത് നല്ല പിള്ളേരാ. എന്റെ പേരക്കിടാങ്ങളെ തന്റെ സ്കൂളിൽ കരിക്ക് പഠിപ്പിക്കുന്നുണ്ട്. നല്ല പിള്ളേരാ. അയാളെ കുടുംബത്തിന് അവനെ നല്ല നിലയിൽ കെട്ടിച്ചു കൊടുത്തു. അയാളൊന്നുമില്ല. അപ്പൊ അവർക്ക് നല്ലൊരു ചെറുക്കനെ അതിപ്പോ അവരെന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ചെലവാല് വേണമെങ്കിൽ അവർ തന്നോളം. മാത്തച്ഛന്റെ ഈ വലിയ മനസ്സിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. മാത്തച്ഛനെയും കുടുംബത്തെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുന്നു. അച്ഛാ, അച്ഛൻ എന്താന്ന് വെച്ച കാര്യങ്ങൾ തീരുമാനിക്കോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ഇപ്പൊ നമ്മൾ സംസാരിച്ച് ഒരുപാട് നേരായി. എനിക്കൊന്ന് കമ്പനി പോവാം. അവിടെ ഒരുപാട് കാര്യങ്ങൾ പോവാം. എല്ലാം നടത്തണം. അപ്പൊ ഞാനെല്ലാം ഇറങ്ങിക്കൊണ്ടായിരുന്നു. ഈശോ വിശേഷിക്കട്ടെ. എടാ വണ്ടി
പുസ്തകം കൂട്ടിയോ? ഔസേപ്പേട്ടനെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഔസേപ്പേട്ടന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നമ്മുടെ ഈ വർഷത്തെ പെരുന്നാൾ നടത്തുന്ന മാത്തച്ഛൻ മുതലാളിയെ പറ്റി അറിയാമല്ലോ. മാത്തച്ഛൻ മുതലാളിക്ക് കുറെ ഐഡിയ ഉണ്ടായിരുന്നു നമ്മുടെ പെരുന്നാൾ അടിച്ചു പൊളിച്ച് നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞപ്പോൾ മാത്തച്ഛൻ മുതലാളി പഴയ ഓർമ്മയിലേക്ക് പോയി. അദ്ദേഹം പറഞ്ഞു, പെരുന്നാളിന്റെ ആർപ്പാടങ്ങളൊക്കെ നമുക്ക് കുറച്ചിട്ട് ഒരു 5 പെൺകുട്ടികളെ ഈ ഇടവകയിൽ നിന്ന് നിർദ്ധരായ ഒരു അച്ഛൻ തെരഞ്ഞെടുത്ത് തന്നാൽ അവരെ ഞാൻ കല്യാണം കഴിപ്പിച്ചു വിടാൻ. അതിലെ 2 പെൺകുട്ടികൾ ഔസേപ്പുട്ടിയുടെയാണ്. നേരാണ് അച്ഛൻ, എനിക്ക് വിശ്വസിക്കാമോ അച്ഛാ? ഓ എന്റെ ദൈവമേ, ആ മനുഷ്യനെതിരാണ് ഞാൻ എന്തെല്ലാം ദ്രോഹങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും അവർക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ. അച്ഛോ, മാത്തച്ഛനെ മലയാളിനെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അച്ഛോ. മാത്തച്ഛൻ മുതലാളി എല്ലാം എന്നോട് കുറച്ച് മുമ്പ് സംസാരിച്ചിട്ട് പോയതേ ഉള്ളൂ. അദ്ദേഹം തന്നെയാണ് ഔസേപ്പുട്ടിയുടെ മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞത്. ദൈവം നല്ലവനാണ്, കരുണയുള്ളവനാണ്, നമ്മളോട് കരുതലുള്ളവനാണ്. ദൈവമേ, സുസ്ഥിതി.